റെഗുലർ ഡിഗ്രി പ്രോഗ്രാം ചെയ്യണോ അതോ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി മതിയോ? നമ്മളിൽ പലർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു സംശയമായിരിക്കും ഇത്. നമസ്കാരം, ഞാൻ രാംജിത്ത്. വെൽക്കം ടു രാമിഫിക്കേഷൻ. ഇതിൻ്റെ ഉത്തരം പറയണമെങ്കിൽ ആദ്യം റെഗുലർ എഡ്യൂക്കേഷനും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. റെഗുലർ എഡ്യൂക്കേഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ എല്ലാ ദിവസവും കോളേജിലേക്ക് പോകുന്നുണ്ടാവും. അവിടെ ഒരു ടൈം ടേബിൾ ഉണ്ടാകും. നമ്മുടെ അധ്യാപകരുമായും സഹപാഠികളുമായും നമുക്ക് ഇടപഴകാൻ കഴിയും. നമുക്ക് പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് ലാബ്, അതുപോലെ ലൈബ്രറി ആക്സസ് ഇവയെല്ലാം ഉണ്ടാവും. ഇതുമാത്രമല്ല, കോളേജിൽ നടക്കുന്ന ഈവൻറ്റ്സ്, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഡ്രൈവുകൾ ഇവയെല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ചുരുക്കം പറഞ്ഞാൽ, നമ്മളൊരു റെഗുലർ വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് ടൈം ടേബിൾ പ്രകാരം സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല, ഒരു കൾച്ചർ കൂടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ടൈം ടേബിൾ ഉണ്ടാവുകയില്ല. നിങ്ങൾ എല്ലാ ദിവസവും കോളേജിലേക്ക് പോകേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠനം തുടരാം. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, അതല്ല എങ്കിൽ ഓൺലൈനിൽ ലഭിക്കും. ഇത് ഫ്ലെക്സിബിളാണ്, അഫോർഡബിളാണ്, അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിന് ഏറ്റവും അനുയോജ്യവുമാണ്. ഇനി ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കണമെങ്കിൽ, ടൈം ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ, ഒരുപാട് ഫീസ് അഫോർഡ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കാം. മറിച്ച് നിങ്ങൾക്കൊരു ക്യാമ്പസ് എക്സ്പോഷർ വേണമെങ്കിൽ, അധ്യാപകരുടെ അടുത്ത് നിന്ന് നേരിട്ട് പഠിക്കണമെങ്കിൽ, നെറ്റ്വർക്കിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ റെഗുലർ എഡ്യൂക്കേഷൻ തന്നെ തിരഞ്ഞെടുക്കണം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എംപ്ലോയേഴ്സ് റെഗുലർ ഡിഗ്രികളെയും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രികളെയും ഒരുപോലെയാണോ പരിഗണിക്കുന്നത്? അംഗീകൃത സർവകലാശാലകൾ നൽകുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രികളെയും റെഗുലർ ഡിഗ്രികൾക്കൊപ്പം തന്നെയാണ് മിക്കവാറും എംപ്ലോയേഴ്സ് പരിഗണിക്കുന്നത്. അവർക്ക് സ്കിൽസാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. പക്ഷേ എൻജിനീയറിംഗ്, ലോ, അതുപോലെ ശാസ്ത്ര വിഷയങ്ങൾ എന്നിവയിൽ റെഗുലർ ഡിഗ്രികൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രികളേക്കാൾ ഒരല്പം മേൽക്കോയ്മ ലഭിക്കാറുണ്ട്. ടു സമ്മറൈസ്, റെഗുലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി എന്നതിലല്ല, നിങ്ങളുടെ പഠന രീതി, നിങ്ങളുടെ ഗോൾ, അതുപോലെ നിങ്ങളുടെ ജീവിതശൈലി ഇവയ്ക്ക് അനുയോജ്യമായ ഒരു പ്രോഗ്രാം കണ്ടെത്തി പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.